ഹലോ ഫ്രണ്ട്സ്, നാളെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പിറന്നാൾ. അപ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ. എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളെ വിളിച്ചു വരുത്തി സർപ്രൈസായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ മുറിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ ബലൂണൊക്കെ വീർപ്പിച്ച് നോക്കുന്നുണ്ട് സെലിബ്രേഷന്. പക്ഷേ ബലൂൺ വീർപ്പിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ പറ്റുന്നില്ല. പുള്ളിക്കാരനെ കൊണ്ട് തന്നെ വീർപ്പിച്ചെടുത്തിട്ട് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിറന്നാൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒക്കെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പുള്ളി അകത്ത് കിടക്കുകയാണ് കേട്ടോ. മണിക്ക് ഞങ്ങളിതാ കേട്ടോ. എന്താണ് കുട്ടിയുടെ ഭാഗമാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഷർട്ട് എടുത്തിട്. ഹാപ്പി ബർത്ത്ഡേ പാപ്പ നോക്കിയത്. അവൾ നല്ല സങ്കടത്തിലാണ് കേട്ടോ. അവളോട് മുൻകൂട്ടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ സങ്കടപ്പെടുന്നത്. ആ ചേച്ചിയോട് പറഞ്ഞു, അവളോട് പറഞ്ഞില്ല അച്ഛൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവളെയും കൂട്ടിയിട്ട് അവർ കേക്ക് മുറിക്കുകയാണ്. അവളുടെ ഇഷ്ടപ്രകാരം തന്നെ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് അങ്ങനത്തെ കേക്കേ അവൾ കൊടുക്കുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്ന് പറഞ്ഞിട്ടുള്ള കേക്കാണ് ഞാൻ വാങ്ങിച്ചത്. അത് അവളുടെ വക എന്ന് പറഞ്ഞിട്ടും അവൾക്ക് വലിയ ഉഷാറൊന്നും ഉണ്ടായില്ല. ഉറക്കപ്പിച്ചും ഉണ്ട്. അങ്ങനെ അവൾ 2 മുട്ടായി അച്ഛനെ ഗിഫ്റ്റ് കൊടുത്തു. മൂത്ത മോളാണ് കേട്ടോ. മൂത്ത മോള് അച്ഛനെ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അവൾ ഓൾറെഡി പറഞ്ഞിരുന്നു അച്ഛന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം, അമ്മ എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. അവളുടേതായ ഒരു ലെറ്ററൊക്കെ എഴുതി അച്ഛനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. സ്പ്രേ മേടിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സ്പ്രേ മേടിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടോ വിളിച്ച് വരുത്തിയിട്ടുള്ളത്. സന്തോഷായോ? സർപ്രൈസ് എങ്ങനെ അല്ലേ? അല്ലേ നോക്ക്, ഒന്ന് പറ. സർപ്രൈസ് ആയോ? കേക്ക്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ തയ്യാറായിട്ട്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിൽ വന്നതും തൊഴാന്ന്. ആ വഴി പോകുമ്പോഴൊക്കെ വിചാരിക്കുമെന്ന് തൊഴാൻ പറ്റിയിരുന്നു, പക്ഷെ പറ്റാറില്ല. അങ്ങനെ നമ്മുടെ വടക്കുംനാഥൻ, തൃശ്ശൂരിലുള്ള വടക്കുംനാഥൻ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അയ്യോ എന്ത് മനോഹരമായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ കാണണമെങ്കിൽ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ വടക്കുംനാഥൻ ക്ഷേത്രം. ഉള്ളിലേക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഉള്ളിൽ. അപ്പോൾ അതാ പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ. അതാ കമ്മൽ സെക്ഷൻ 2-3 അടുത്താണ് കേട്ടോ. പക്ഷെ ഞാൻ ഒക്കെ ഒന്ന് നോക്കിപ്പോരുകയെന്നല്ലാതെ ഒന്നും വാങ്ങിച്ചില്ല. 50-ൻ്റെയും 30-ൻ്റെയും 80-ൻ്റെയും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അമ്പലം വീണ്ടും ഒരു തവണയും കൂടി വരണം, അല്ല ഒരുപാട് തവണ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ പറ്റിയിട്ടോ. അകത്ത് പറയാൻ പറ്റില്ല, അത്രയ്ക്കും മനോഹരമായിട്ടോ അകത്ത് കാണാൻ. നമ്മൾ ചെറിയൊരു അമ്പല പ്രതിഷ്ഠ മാത്രമേ ഉണ്ടാവും വിചാരിക്കും. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. രാവിലത്തെ ഫുഡ് ഹോട്ടലിൽ നിന്നാണ്. ഞങ്ങൾക്ക് പൊറാട്ടയും മറ്റാൾ നെയ്റോസ്റ്റുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ പൊറാട്ടയും കോഴിമുട്ടക്കറി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂരിൽ തന്നെ ഒരു തിയേറ്ററിലാട്ടോ. സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയി. ഏതാ സിനിമ എന്നല്ലേ, നമ്മുടെ സൂക്ഷ്മദർശിനി, നസ്രിയയും ബേസിലിൻ്റെയും സൂക്ഷ്മദർശിനിയാണ് കാണാൻ പോയത് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ സെറ്റപ്പായിട്ട് അവിടെ ഇരുന്നത്. സൂക്ഷ്മദർശിനി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തം അങ്ങോട്ട് പറ്റിയിട്ടില്ല. എന്നാലും കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അത്ര വലിയ ഹിറ്റ് പടമൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. ഇടയിൽ നിന്നൊരു പരസ്യമൊക്കെ, നമ്മുടെ വലിയേട്ടൻ്റെ പരസ്യം അടിപൊളിയാണ് ഇപ്പോഴും കാണാൻ. എന്തായാലും അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൽ നിന്നില്ലാത്ത ഫുഡാണ് കേട്ടോ.
ഇവിടുത്തെ ഫുഡ്. എന്നാൽ ബിരിയാണി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബിരിയാണിയും കണക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.